ഹലോ എവ്രി വൺ, ഞാൻ ആർഷ, ലാഫോഴ്സയിലെ ജോഗ്രഫി ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ 24-ന് ഡിഗ്രി പ്രിലിംസ് 1ാം ഘട്ട പരീക്ഷയായിരുന്നു. ചോദ്യപേപ്പർ അത്യാവശ്യം കടുപ്പമുള്ളതായിരുന്നുവെന്നും അതേപോലെ ലെങ്തിയുമായിരുന്നു എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. എന്നാൽ കൃത്യമായി ജോഗ്രഫി പഠിച്ചൊരാൾക്ക്, അതേപോലെ തന്നെ NCERT ആസ് എ സോഴ്സ് ഫോളോ ചെയ്തവർക്കും അത്രയും കഠിനമായിട്ടുള്ളൊരു ചോദ്യപേപ്പർ ആണ് ചോദിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് ഈസിലി ആൻസറബിൾ ആണ്. ഞാൻ സ്പെസിഫിക്കലി ജോഗ്രഫിയെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയും ഞാൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഈ കഠിനമാണെന്ന് പറഞ്ഞല്ലോ, അത് കൂടുതലും ജോഗ്രഫിയുടെ പാർട്ടിൽ നിന്നാണ് മിക്ക ആൾക്കാരും പറഞ്ഞിരുന്നത്. പക്ഷേ അത്യാവശ്യം ലിമിറ്റഡ് നോളജ്, അതായത് കുറച്ച് നോളജ് എങ്കിലും ഉള്ള ഒരാൾക്ക് ജോഗ്രഫി അത്രയും ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിന്റെ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ജോഗ്രഫി എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്, ഒരുപാടുണ്ട്. നമ്മൾ പറയില്ലേ വാനോളം എന്നൊക്കെ പറയുന്നത്, അതേപോലെ തന്നെ ജോഗ്രഫി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പഠിക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് പഠിക്കാം. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടുന്നത് മാത്രം പഠിക്കുക. PYQ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ PYQs എന്നുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റമൊന്നുമില്ല, അതിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ആൻഡ് വൺ മോർ തിങ്, ഈ ഇടയായിട്ട് PSC UPSC പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UPSC ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് UPSC ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ട്. വേറൊരു രീതിയിലേക്കൊക്കെയാണ് UPSC പോകുന്നത്. അപ്പൊ PSC എന്ന് പറയുന്നത് ആ പഴയ UPSCയുടെ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരിക, കീവേഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരിക, അല്ലെങ്കിൽ ഇത് എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ആവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ജോഗ്രഫിയൊക്കെ നമ്മൾ ഇങ്ങനെ ഡയറക്ട്ലി ചോദിക്കും. ഇവിടെ ഉണ്ടാവുന്ന ഓഷ്യൻ കറന്റ് ഏതാണ്, അല്ലെങ്കിൽ അങ്ങനെ വൺ വേർഡ് ആയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പണ്ട് ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താണ്, ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെയാണ് എക്കണോമിക്സും. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. എക്കണോമിക്സ് കുറച്ചൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം ജോഗ്രഫിയിൽ നല്ല രീതിയിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ട്സിനേക്കാളും കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് വേണ്ട ഒരു സ്ട്രാറ്റജി. ജോഗ്രഫിയിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സോഴ്സ് എന്ന് പറയുന്നത് NCERT ക്ലാസ് 11 and 12. 11ാം ക്ലാസ്സും 12ാം ക്ലാസ്, അതായത് +1 +2ന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലാസ് 11 എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി റിലേറ്റഡ് ആണ്. 12 എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആണ്. സോ ഇപ്പം വരുന്നതെല്ലാം ഇതിൽ നിന്നാണ്. SCERT-നേക്കാളും NCERT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഇത്രയുമാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് വരുമ്പം, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് Aയിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 11ാമത്തെ ചോദ്യമാണ്, which of the following statements best describes a critical limitation of topographic maps in large scale disaster management planning? സോ നമുക്ക് ഇതിന്റെ കീവേഡ്സിലേക്ക് കടക്കാം. കീവേഡ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിസ്ക്രൈബ്, ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഇൻ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ഒരു ടോപ്പിക് ഇതൊരു കീവേഡ് ആണ്. ഇനി ലിമിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. ടോപ്പോഗ്രഫിക് മാപ്പിന്റെ ലിമിറ്റേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ഇതിന്റെ മലയാളം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ബെസ്റ്റ്. സോ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ബെസ്റ്റ് ആണ് എടുക്കേണ്ടത്. ദേ പ്രൊവൈഡ് പ്രിസൈസ് എലിവേഷൻ ഡീറ്റെയിൽസ്. നമുക്കറിയാം, ടോപ്പോഗ്രഫിക് മാപ്പ് പഠിച്ച ഒരാൾക്ക് അറിയാൻ പറ്റും, എലിവേഷൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മേ നോട്ട് ചിലപ്പം കഴിയത്തില്ലായിരിക്കും. മേ നോട്ട് അക്കൗണ്ട് ഫോർ റിയൽ ടൈം എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള ചേഞ്ചസ്
ഒരു ടെറൈനിൽ സംഭവിക്കുന്ന ലൈവായിട്ടുള്ള ചേഞ്ചസ് എപ്പോഴാണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ ഈ പറഞ്ഞ ടോപ്പോഗ്രഫിക്കൽ മാപ്സിന് നൽകാൻ കഴിയില്ലായിരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളിവിടെ മനസ്സിലാക്കണം കീവേഡ് ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ദേ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് കോണ്ടോർ ലൈൻസ്. നമുക്കറിയാം ടോപ്പോഗ്രഫിക് മാപ്പിൽ കോണ്ടോർ ലൈൻസിന്റെ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാറുണ്ട്. ഫോർ എലിവേഷൻ റെപ്രസെന്റേഷൻ, ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കോണ്ടോർ ലൈൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. മേക്കിംഗ് ദം അൺസ്യൂട്ടബിൾ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ലാൻഡ്സ്കേപ്പ്. ഇവിടെ എവിടാണ് അർബനും റൂറൽ ലാൻഡ്സ്കേപ്പിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്? ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറയുന്നത്, ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് തന്നെ നാച്ചുറലും ആർട്ടിഫിഷ്യലും ആയിട്ടുള്ള ഫീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ അർബനും റൂറൽ ലാൻഡ്സ്കേപ്പിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയതിനാൽ തെറ്റാണ്. ഓക്കെ, ഇവിടെ അർബൻ പറയുന്നുണ്ട്, റൂറൽ പറയുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സി, ടോപ്പോഗ്രഫിക് മാപ്പ് ഓഫർ എക്സ്റ്റെൻസീവ് ഇൻഫർമേഷൻ ഓൺ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ്. ഹൈഡ്രോളജിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ജലം റിലേറ്റഡ് ആണ്, വാട്ടർ റിലേറ്റഡ് ആണ് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നുണ്ടെന്നാണ്. പക്ഷേ ഫെയിൽ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ഫെയിൽ എന്ന് പറയുന്നത്. ടു ഇൻക്ലൂഡ് ഡേറ്റ ഓൺ മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡീറ്റെയിൽസ് തരാനായിട്ട് ഫെയിൽ ആവുന്നുണ്ട്. ഞാൻ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ടോപ്പോഗ്രഫിക് മാപ്സ് എന്ന് പറയുന്നത് നാച്ചുറലും വരും മാൻമെയ്ഡും വരും. അതുമല്ല, മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ് റോഡ്സ്, ബിൽഡിങ്സ്. സോ എങ്ങനെയാണ് മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത് ടോപ്പോഗ്രഫിക് മാപ്പ്? ടോട്ടലി ഇതൊരു അത്യാവശ്യം ലോജിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ഓപ്ഷൻ ഡി, സിൻസ് ടോപ്പോഗ്രഫിക് മാപ്സ് ആർ ഡിസൈൻഡ് ഫോർ സ്റ്റാറ്റിക് ലാൻഡ്ഫോം അനാലിസിസ് ദേ cannot be used for infrastructure planning in urban environments. സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അവരെ കൊണ്ട് അർബൻ എൻവയോൺമെന്റ്സിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിൽ പറയുന്നത്. കനോട്ട്, അതൊരു വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത് ഈ ഡി എന്ന് പറയുന്നത്. സോ ഇത് തെറ്റാണ്. ഇതിന്റെ ആൻസർ എ ആണ്. അത് മാത്രമല്ല, എ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓഡ് വൺ ഔട്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിലെല്ലാത്തിലും അർബൻ റൂറൽ നോക്കി മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ഇവിടെ അർബൻ പറയുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെയാണ് കറക്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇവിടെ പറയുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റേഷൻ ഓഫ് ടോപ്പോഗ്രഫിക് മാപ്സ് ഇൻ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്. സോ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആകെപ്പാടെ കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ എയിലാണ്. ഓക്കെ, ദിസ് ഇസ് ഹൗ നമ്മുടെ എലിമിനേഷൻ വർക്ക്സ്. ഓക്കെ, അതുമല്ല നോട്ട്സിൽ നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്സിനെയൊക്കെ പറ്റി പഠിച്ചതായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കോണ്ടോർ ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. കണ്ടോ, ടോപ്പോഗ്രഫിക്കൽ മാപ്സ് കണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. കോണ്ടോർ ലൈൻസ്, ഹിയർ ഇറ്റ് ഈസ്, കണ്ടോ. യെസ്, സോ ഇതിന്റെ ആൻസർ എ ആണ്. ഡയറക്ട്ലി നമുക്ക് നമ്മുടെ നോട്ട്സിൽ നിന്ന് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ലോജിക്കും കൂടെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. സ്പൂൺ ഫീഡിങ് നമുക്ക് പറ്റില്ലല്ലോ, നമുക്ക് അത്യാവശ്യം നമ്മുടെ തലയും കൂടെ വർക്ക് ആവണം. സോ അതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, 11th ആൻസർ എ ആണ്. ഇനി 12th. ഓക്കെ, 12ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സിനാരിയോസ് ബെസ്റ്റ് ഇലുസ്ട്രേറ്റ്സ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ്സസ് ഇൻ ഷേപ്പിംഗ് എ ലാൻഡ്സ്കേപ്പ് ഓവർ ജിയോളജിക്കൽ ടൈം സ്കെയിൽസ്. സോ ഇവിടുത്തെ കീവേഡ്സ് നമുക്ക് നോക്കാം. ഇന്റർപ്ലേ ആണ് ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ്സസ്. അപ്പൊ ഇവിടെ രണ്ട് ടോപ്പിക്സ് ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലൈമറ്റും ജിയോമോർഫിക് പ്രോസസ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടേംസ് ഉണ്ട്. ഈ പറഞ്ഞ
പെരിഗ്ലേഷ്യൽ റീജിയൻ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുമില്ല. ഫൈൻ. പിന്നെ ചിലപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കാണും. ഫ്ലൂവിയൽ ഇറോഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലവർക്ക് അറിയില്ലായിരിക്കും. ഫ്ലൂവിയൽ ഇറോഷൻ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? റണ്ണിങ് വാട്ടർ റിലേറ്റഡ് ആണ്. ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഒക്കെ നമ്മൾ ഓൾറെഡി കവേർഡ് ആണ്, നമ്മളെ നോട്ട്സിൽ നമ്മൾ പഠിച്ചതാണ്, ക്ലാസ്സസിൽ അത് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലൂവിയൽ ഇറോഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക. എ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ വെയർ റാപ്പിഡ് ഫ്ലൂവിയൽ ഇറോഷൻ. ഫ്ലൂവിയൽ ഇറോഷൻ എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടർ റിലേറ്റഡ് ആണ്. അതായത് റിവേഴ്സ് വഴി ഉണ്ടാവുന്ന ഇറോഷനെയാണ്. റിവേഴ്സ് അല്ലെങ്കിൽ എന്തും ആവാം, സ്ട്രീംസ് ആയാലും ഇതെല്ലാം ഫ്ലൂവിയൽ ഇറോഷനിൽ വരുന്നതാണ്. അപ്പം അതെല്ലാം എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ വെയർ റാപ്പിഡ് ഫ്ലൂവിയൽ ഇറോഷൻ ഡോമിനേറ്റ്സ് ഡിസ്പൈറ്റ് ദ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കന്റ് വെതറിംഗ്. ഇവിടെ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കന്റ് വെതറിംഗ്, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായില്ലെങ്കിൽ പോലും ഫ്ലൂവിയൽ ഇറോഷൻ എന്ന് പറയുന്നത് അവിടെ വെതറിംഗ് സംഭവിക്കില്ലേ, അല്ലേ? വെതറിംഗ് സംഭവിക്കത്തില്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് ആബ്സെൻസ് ഓഫ് വെതറിംഗ് എന്ന് പറയുന്നത്? അങ്ങനെ ചിന്തിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുക. എ പെരിഗ്ലേഷ്യൽ റീജിയൻ വെയർ റിപ്പീറ്റഡ് ഫ്രീസ് തോ സൈക്കിൾസ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫ്രീസ് തോ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾ റിക്കളക്ട് ചെയ്യുക. കോൺട്രിബ്യൂട്ട് ടു മാസ് വാസ്റ്റിംഗ് ആൻഡ് പാറ്റേൺഡ് ഗ്രൗണ്ട് ഫോർമേഷൻ. ഇതെല്ലാം NCERT-യിൽ വരുന്ന ടോപ്പിക്സ് ആണ്. മാസ് വാസ്റ്റിങ്ങിന് കാരണമാകുന്നതും പാറ്റേൺ ഗ്രൗണ്ട് ഫോർമേഷൻ. അവിടെ ഒരു ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നുണ്ടോ? അവിടെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ മറിച്ച് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന ആദ്യത്തെ ഓപ്ഷനിൽ നമുക്കൊരു നെഗറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലെന്താണ്? ഫ്രീസ് തോ സൈക്കിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? മാസ് വാസ്റ്റിങ്ങിനും പാറ്റേൺഡ് ഗ്രൗണ്ട് ഫോർമേഷനും. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. ഇനി സിയിലേക്ക് വരാം. അത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. പെരിഗ്ലേഷ്യൽ നിങ്ങൾക്ക് അറിയില്ല, ഫൈൻ, ആദ്യമായിട്ട് കേൾക്കുകയാണ്, നിൽക്കട്ടെ. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരിക. എ ഡെസേർട്ട് എൻവയോൺമെന്റ് വെയർ കെമിക്കൽ വെതറിംഗ് ഔട്ട്പേസസ്. ഓക്കെ, ഔട്ട്പേസസ് മെക്കാനിക്കൽ വെതറിംഗ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ആരിഡ് കണ്ടീഷൻസ്. ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് എൻവയോൺമെന്റിൽ കെമിക്കൽ വെതറിംഗ് ആണ് കൂടുതൽ മെക്കാനിക്കൽ വെതറിങ്ങിനേക്കാളും എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അർത്ഥം. ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മെക്കാനിക്കൽ വെതറിംഗ് ആണ് കൂടുതലും ഡെസേർട്ട് എൻവയോൺമെന്റിൽ കാണാൻ സാധിക്കുന്നത്, അതായത് തെർമൽ വെതറിംഗ്. ഓക്കെ, മെക്കാനിക്കൽ വെതറിങ്ങിന്റെ ഒരു ഫോമാണ് തെർമൽ വെതറിംഗ്. ഇതാണ് നമുക്ക് ഡെസേർട്ട് എൻവയോൺമെന്റിൽ കാണാൻ സാധിക്കുന്നത്, അതല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? കെമിക്കൽ വെതറിംഗ് ആണ് കൂടുതലും ഡെസേർട്ട് എൻവയോൺമെന്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ തെറ്റാണ്. ഒബ്വിയസ്ലി ഇത് എലിമിനേറ്റ് ചെയ്തു പോകും. നിങ്ങൾ ഇതാണ്ട തെർമൽ വെതറിംഗ് മെക്കാനിക്കൽ പ്രോസസ് ആണ്, റൈറ്റ്? ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്നതാണ്. ആൻഡ് ഇതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, തെർമൽ വെതറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് മെക്കാനിസം ഇൻ ഡെസേർട്സ്. ഓക്കെ, ഇത് കൂടുതലും ഡെസേർട്സിലാണ് നടക്കുന്നത്. ആൻഡ് where there is a large diurnal temperature range. ഓക്കെ, ഒബ്വിയസ്ലി ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഡി, കോസ്റ്റൽ റീജിയൻ എക്സ്പീരിയൻസിങ് കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ ഡിസ്പൈറ്റ് റൈസിംഗ് സീ ലെവൽസ് ആൻഡ് ഇൻക്രീസ്ഡ് സ്റ്റോം ആക്ടിവിറ്റി. ഈ ഇൻക്രീസ്ഡ് സ്റ്റോം ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയണിൽ എപ്പോഴും അങ്ങനെ സ്റ്റോം ആക്ടിവിറ്റി കാണാൻ സാധിക്കുമോ? സൈക്ലോൺസിലും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇല്ലേ കാണാൻ സാധിക്കും. ഇതൊക്കെ കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്? അല്ല, കൂടുതലും വേവ്സ് കാരണമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെപ്പോസിഷൻ സംഭവിക്കുന്നത്. കോമൺ സെൻസ്, ലോജിക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക്. സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഓപ്ഷൻ ആണ് ശരിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, 12th ആൻസർ ബി ആണ്. നെക്സ്റ്റ് ഈസ് ഫ്രീസ്തോ സൈക്കിൾസിനെ പറ്റി ഇതാണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് വാട്ടർ വെതറിംഗ് റിലേറ്റഡ് ആണ്. ഫ്രീസ്തോ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഫ്രോസ്റ്റ് വെതറിംഗ് ആൻഡ് വാട്ടർ അത് ഉള്ളിൽ ഫ്രീസായി എന്താണ്, അത് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അതിനുശേഷം എന്താണ്, റോക്സ് ബ്രേക്ക് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ഹൗ ഫ്രീസ് തോയിങ് ഹാപ്പൻസ്. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം.
Which of the following statements best explains how India's geographical features influence the monsoon climate? Okay, ഇതിൽ ഏത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇന്ത്യസ് ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ മൺസൂൺ ക്ലൈമറ്റ്? നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ഹിമാലയാസ് ആക്ട് ആസ് ബാരിയർ, ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ഫ്രം എസ്കേപ്പിംഗ് നോർത്ത് വേർഡ്. നോർത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ഹിമാലയാസ് എന്ത് ചെയ്യുന്നു? ബാരിയർ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നാണ് ആദ്യം കാണുന്ന ആ ഒരു സെന്റൻസ്. ഫോഴ്സിംഗ് ദം ടു ഷെഡ് മോയ്സ്ചർ ഓവർ ദ സബ് കോണ്ടിനെന്റ്. പിന്നെ രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഡെക്കാൻ പ്ലാറ്റു ഹാസ് നോ റോൾ ഇൻ മൺസൂൺ ഡിസ്ട്രിബ്യൂഷൻ. ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ തെറ്റാണ്. ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത് ഒരു റോളും ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാനത് സ്പെസിഫിക് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ റിലീഫ് ഫീച്ചേഴ്സിനും ഓരോ റോൾസും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ റിലീഫ് ഫീച്ചേഴ്സ് ഒരുപാടുണ്ടല്ലോ. ഡെക്കാൻ പ്ലാറ്റു, വെസ്റ്റേൺ ഗാർഡ്സ്, ഓരോരോ ഹിൽസ് ഉണ്ടല്ലോ. ഇതെല്ലാം എന്താണ്? വിൻഡ് ഡിഫ്ലക്ഷൻ എല്ലാം കാരണമാവുന്നുണ്ട്. സോ അവർ ഓരോ ചെറിയ ചെറിയ റോൾസ് പോലും അവർക്കുണ്ട്. അപ്പൊ നോ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇറ്റ് ഇസ് എ റോങ്, ബിഗ് റോങ്. ഇനി ഓപ്ഷൻ ബി വായിച്ചു നോക്കാം. വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ ഗാർഡ്സ്, ഹിമാലയാസ്, ഡെക്കാൻ പ്ലാറ്റു ടുഗെദർ ഇൻഫ്ലുവൻസ്, ഇവയെല്ലാം ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസ് ത്രൂ ഓറോഗ്രാഫിക് എഫക്ട്സ്. ഓറോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സൗത്ത് വെസ്റ്റ് വിൻഡ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ, ദിസ് ഇസ് ഇന്ത്യ, ഇന്ത്യയുടെ മാപ്പ്, ദിസ് ഇസ് ഇന്ത്യ. and ഇങ്ങനെ വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ രീതിയിലാണ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഇവിടെ ഇത് നമ്മുടെ കേരളം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെസ്റ്റേൺ ഗാർഡ്സ് നിൽക്കുന്നത്. ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്താ ചെയ്യുന്നത്? ഈ ഒരു വിൻസിനെ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ മഴ പെയ്യിക്കുന്നുണ്ട്. അങ്ങനെ അതിനെയാണ് നമ്മൾ ഓറോഗ്രാഫിക് റെയിൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇപ്പുറത്തെ ഭാഗത്ത് എന്താണ്? റെയിൻ ഷാഡോ ഏരിയ ആയിരിക്കും. അതായത് തമിഴ്നാട് ഭാഗത്ത് റെയിൻ ഷാഡോ ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് അതാണ് പറയുന്നത്, ഓറോഗ്രാഫിക് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിൻഡ് ഡിഫ്ലക്ഷൻ, അതായത് വിൻഡിനെ അവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നു. കാരണം ഡെക്കാൻ പ്ലാറ്റു ആയാലും ഓരോരോ ചെറിയ ചെറിയ ഹിൽസും അതിന് കാരണമാവുന്നുണ്ട് വിൻഡ് ഡിഫ്ലക്ഷന്. ആൻഡ് റെയിൻ ഷാഡോ ഫോർമേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തമിഴ്നാട് റീജിയണിലെ റെയിൻ ഷാഡോ ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിയേറ്റിംഗ് റീജിയണൽ വേരിയേഷൻസ് ഇൻ മൺസൂൺ ഇന്റൻസിറ്റി. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സംതിങ് റൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി ഇന്ത്യസ് പെനിൻസുലാർ ഷേപ്പ്, ഇന്ത്യയുടെ പെനിൻസുലാർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ത്രികോണ രീതി, അതായത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണല്ലോ പെനിൻസുലാർ. അപ്പം മിനിമൽ ഇൻഫ്ലുവൻസ്, ഇതിന് മിനിമൽ ഇൻഫ്ലുവൻസ് ആണെന്നാണ് പറയുന്നത് ഓൺ ദ മൺസൂൺ. ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് പറയുന്നത്. ആസ് ദ വിൻഡ്സ് ആർ പ്രൈമർലി കൺട്രോൾ, ദാറ്റ് മീൻസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് എൽ നിനോ സദേൺ ഓസിലേഷൻ, അതായത് എൻസോയിൽ വരുന്നതാണ് ലാനിന, എൽ നിനോ. രണ്ട് ഫിനോമിനൻ ആണ് എൻസോയിന്റെ, ലാനിന, എൽ നിനോ. ഇത് രണ്ടും ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ITCZും ഇതിന്റെ ഒരു ഫാക്ടറാണ്. പക്ഷേ പെൻസുലാർ ഷേപ്പ് എന്ന് പറയുന്നത് മിനിമൽ ഇൻഫ്ലുവൻസ് ആണ് നൽകുന്നത് മൺസൂണിൽ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് റോങ്. കാരണം എല്ലാത്തിനും അതിൻ്റെതായൊരു റോളുണ്ട്. ഇതിന്റെ ഷേപ്പ് ആയാലും എല്ലാത്തിനും അതിൻ്റെതായ റോളുണ്ട്. എൽനിനോ, ലാനിന മാത്രമല്ല, ITCZ മാത്രമല്ല, ഈ പറഞ്ഞ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റിലീഫ്സിനും അതിൻ്റെതായ റോളുണ്ട്. സോ ഇത് തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് എന്നാണ്. ബെസ്റ്റ് എക്സ്പ്ലെയിൻസ്. അപ്പൊ നമ്മൾ പോസിറ്റിവിറ്റി തിങ്ക് ചെയ്യണം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തിങ്ക് ചെയ്യണം. ഇനി ഓപ്ഷൻ ഡി തന്നെ നിങ്ങൾ വായിച്ചു നോക്ക്. താർ ഡെസേർട്ട്. താർ ഡെസേർട്ട് എൻഹാൻസസ് മൺസൂൺ സ്ട്രെങ്ത്. നിങ്ങൾ മനസ്സിലാക്കണം, താർ ഡെസേർട്ട് എന്ന് പറയുന്നത് മരുഭൂമിയാണ്, ഹോട്ട് ഡെസേർട്ട് ആണ്. ഡെസേർട്ട് എന്ന് പറയുന്നത് വാട്ടർ ഒന്നും ഇല്ലാത്തൊരു റീജിയൻ ആണ്. അവിടെ മഴയൊക്കെ വളരെ കുറവാണ്, റെയിൻഫോളും കുറവാണ്.
ഇവിടെ എന്താ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ? മൺസൂൺ സ്ട്രെങ്ത് ബൈ ക്രിയേറ്റിംഗ് എ ഹൈ പ്രഷർ. ചൂട് കൂടുതലുള്ള റീജിയനിൽ ഹൈ പ്രഷർ ആയിരിക്കും, ലോ പ്രഷർ ആയിരിക്കും? ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലോ പ്രഷർ ഏരിയ ആയിരിക്കും. ഇവരെന്താ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ? എന്താ പറയുന്നത്? മൺസൂൺ സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നതെന്നാണ്. തെറ്റല്ലേ? അത് മാത്രമല്ല, യൂണിഫോം റെയിൻഫോൾ അക്രോസ് ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഭാഗത്തും ഓരോ രീതിയിലുള്ള മഴ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴയാണെങ്കിൽ ഡൽഹിയിൽ ഇപ്പൊ ഹീറ്റ് സ്ട്രോക്സ് ആണ്, ചൂടാണ് അവിടെ. അപ്പൊ അത് മനസ്സിലാക്കുക. ഫസ്റ്റ് മൺസൂൺ ഹിറ്റ് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ കേരളം. ഓക്കെ, അപ്പൊ ഈ താർ ഡെസേർട്ട് എന്താ മൺസൂൺ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, യൂണിഫോം റെയിൻഫോൾ ഉണ്ടാക്കുന്നു. ഇത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് ബി. ഓക്കെ, ബിയിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവയെല്ലാം ഒരുമിച്ച് ടുഗെദർ ഇൻഫ്ലുവൻസ് മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസ്. സോ ബി ആണ് ഇതിന്റെ ആൻസർ. ഓൾറെഡി കവർ ചെയ്തതാണ് ക്ലാസ്സിൽ, കണ്ടോ? എൽനിനോ, ലാനിന. ജസ്റ്റ് മിനിറ്റ്. ലാനിനയുടെ എഫക്ട്സ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂണില് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫിനോമിനൻ ആണ് ലാനിന. ഓക്കെ, ഇവ എന്ത് നൽകുന്നു? നല്ല എക്സസീവ് ആയിട്ടുള്ള റെയിൻഫോൾ നൽകുന്നുണ്ട്. അതേപോലെ ചില സമയത്ത് ഒരുപാട് വെള്ളപ്പൊക്കത്തിനൊക്കെ ചാൻസസ് ഉള്ളൊരു സമയമാണ് ഈ പറഞ്ഞ ലാനിന സംഭവിക്കുന്നത്. ഇത് നടക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്. ഓക്കെ, ഹെവി റെയിൻഫോൾ ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ ഒക്കെ വരും. അവിടെയൊക്കെ നല്ല രീതിയിൽ മഴ വരും. ഓക്കെ, ഇത് നടക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്, ഓർക്കുക. ആൻഡ് ലാനിന എന്താണ്? സോറി, എൽനിനോ എന്താണ്? നമുക്ക് നല്ലതല്ല, വരൾച്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വരൾച്ച ഉണ്ടാവും. ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയില്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ലെസ് ആയിട്ടുള്ള റെയിൻ ആണ് കിട്ടുന്നത്. ചില സമയത്ത് ഡ്രോട്ട്സും ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി കവേർഡ് ഇൻ അവർ ക്ലാസ്. സോ ഇതിന്റെ ആൻസർ ബി ആണ് കേട്ടോ. ഇനി 14th ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് എയിലെ 14th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ കോംപ്ലെക്സ് ഇന്റർപ്ലേ? ഇവിടെ വീണ്ടും ഇന്റർപ്ലേ വന്നിട്ടുണ്ട്. ഇന്ത്യൻ മോൺസൂൺ രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ ഇന്ത്യൻ മൺസൂൺ. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ഇന്റൻസിറ്റിനെ കൂട്ടാനും വേരിയബിലിറ്റി ഉണ്ടാക്കാനും കാരണമാവുന്നത്? ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു നോക്കാം. ദ ഇന്ത്യൻ മൺസൂൺ ഈസ് സോൺലി ഡ്രിവൺ ബൈ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ടെമ്പറേച്ചറിന്റെ കളിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സീ. അതായത് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ടെമ്പറേച്ചർ മാറി മാറി വരുന്നതുകൊണ്ടാണ് ഇന്ത്യൻ മൺസൂൺ ഉണ്ടാവുന്നത് എന്നാണ് ആദ്യത്തെ ആ ഒരു പോർഷൻ പറയുന്നത്. വിത്ത് നോ ഇമ്പാക്ട്. നോ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് അല്ലേ? നോ ഇമ്പാക്ട്. നോ ഇമ്പാക്ട് ഫ്രം ഗ്ലോബൽ ക്ലൈമാറ്റിക് ഫിനോമിന. അതായത് എൽനിനോ, ലാനിനയാണ് ഗ്ലോബൽ ക്ലൈമാറ്റിക് ഫിനോമിന എന്ന് പറയുന്നത്. ജെറ്റ് സ്ട്രീംസ് ഇതെല്ലാം വരുന്നതാണ്. അപ്പൊ ഇവരുടെ ഒന്നും ഒരു റോളും ഇല്ല. ഇന്ത്യ ഒറ്റയ്ക്ക്, ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ലാൻഡും സീയും തമ്മിലുള്ള ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇറ്റ്സ് തെറ്റല്ലേ അത്? ഇറ്റ്സ് റോങ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി. ദ ഷിഫ്റ്റിംഗ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ, ഓൾറെഡി പഠിച്ചതാണ്, നമുക്കറിയാം. ITCZ along with factors like jet stream, orographic effects and ENSO events governs the seasonal strength and distribution of monsoon rainfall. ഒരു ശരിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ITCZന്റെ ഷിഫ്റ്റിംഗ്, അതേപോലെ തന്നെ ജെറ്റ് സ്ട്രീമിന്റെ ആ ഒരു എഫക്റ്റും ഓറോഗ്രാഫിക് എഫക്ട്സും. ഓറോഗ്രാഫി എന്ന് പറഞ്ഞാൽ അറിയാലോ, വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒക്കെ കാര്യമാണ്. പിന്നെ എൻസോ ഇവന്റ്സ്, ഇവയെല്ലാം എന്താണ്? ഇതിനെല്ലാം ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫോളിന് എല്ലാത്തിനും കാരണമാവുന്നുണ്ട്. കണ്ടോ, ജെറ്റ് സ്ട്രീം ഇതിനൊരു റീസൺ ആവുന്നുണ്ട്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് നമ്മുടെ ഇന്ത്യയിലെ റെയിൻഫോളിന് കാരണമാവുന്നുണ്ട് അല്ലേ? വിന്റർ റെയിൻഫോൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ITCZന്റെ ഫോർമേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ ഷിഫ്റ്റിംഗ് കാരണവും മഴ ഉണ്ടാവുന്നത്. ഇതൊരു PYQ ആണ്. നിങ്ങൾ ഒരിക്കലും പറയരുത് PSC
ഔട്ട് ഓഫ് സിലബസിൽ നിന്നാണ് ചോദിക്കുന്നത്. ഈ മൺസൂൺ ട്രോ എന്ന് പറയുന്നത് PYQ ആണ്. ഓക്കെ, അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ITCZന്റെ ഷിഫ്റ്റ് റിലേറ്റഡ് ആണ്. സോ ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ITCZന്റെ ഷിഫ്റ്റിംഗ്, ഇത് കാരണം എന്താണ്? മൺസൂൺ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മൺസൂൺ ഉണ്ടാവാൻ റീസൺ ആവുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഏകദേശം ശരിയായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ഓപ്ഷൻ സി നോക്കുക. സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആർ ഇൻഡിപെൻഡന്റ് സിസ്റ്റം വിത്ത് നോ ഇന്റർകണക്ഷൻ ഓപ്പറേറ്റിംഗ് പ്യൂർലി ബേസ്ഡ് ഓൺ റീജിയണൽ പാറ്റേൺ വിൻഡ് പാറ്റേൺ. ഒരിക്കലുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യൻ ക്ലൈമറ്റ് ആയാലും വേൾഡ് ക്ലൈമറ്റ് ആയാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ജോഗ്രഫി വൃത്തിക്ക് പഠിച്ച ഒരാൾക്ക് എന്തായാലും പറയാൻ പറ്റും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു ജെറ്റ് സ്ട്രീം, അതായത് മെഡിറ്ററേനിയൻ സീയിൽ ഉണ്ടാകുന്ന ആ ഒരു ജെറ്റ് സ്ട്രീം എന്താ ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ കാരണമായിട്ട് എന്താണ് ഈ ജെറ്റ് സ്ട്രീം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതായത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് നമ്മൾ പറയും. നമ്മുടെ ഇന്ത്യയിൽ വിന്റർ റെയിൻഫോളിന് കാരണം അത് എവിടെയോ നടക്കുന്ന ഒരു ടെമ്പറേറ്റ് സൈക്ലോൺസ്, അതിന് കാരണമായിട്ട് നമ്മുടെ നാട്ടില് മഴയുണ്ടാവുന്നു. ഇതൊക്കെ വലിയ വലിയ എക്സാമ്പിൾ അല്ല. അതാ ഞാൻ പറഞ്ഞത് ലോജിക് യൂസ് ചെയ്യണമെന്ന്. സോ ഓപ്ഷൻ സി തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓറോഗ്രാഫിക് ബാരിയേഴ്സ് ലൈക്ക് വെസ്റ്റേൺ ഗാർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓറോഗ്രാഫിക് റെയിൻ എന്നൊക്കെ പറയുന്നത്. വെസ്റ്റേൺ ഗാർഡ്സ്, ഹിമാലയാസ് ഓൺലി ഇന്റൻസിഫൈ മൺസൂൺ റെയിൻഫോൾ വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രൈ സ്പെൽസ് ഓർ റീജിയണൽ ഡിസ്പാരിറ്റീസ്. തെറ്റാണ്. ഇതെല്ലാം അതിന് കാരണമാവുന്നുണ്ട്. ഡ്രൈ സ്പെൽസ് ഉണ്ടാകുന്നത് എവിടാണ്? തമിഴ്നാട്ട് ഭാഗത്ത്. വെസ്റ്റേൺ ഗാർഡ്സ് എന്താണ്? ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടില് അങ്ങനെ ആ രീതിയിലുള്ള വെള്ളം കിട്ടത്തില്ല, അതായത് മഴവെള്ളം കിട്ടത്തില്ല. മഴയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ടാകുമ്പോഴാണ് തമിഴ്നാട്ടിൽ മഴ വരുന്നത്. തിരിച്ചു പോകുമ്പോൾ ഓക്കെ, റിട്രീറ്റിംഗ് മൺസൂൺ സംഭവിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ മഴ വരുന്നത്. ആൻഡ് ഹിമാലയാസ് ഓൺലി ഇന്റൻസിഫൈ മൺസൂണൽ റെയിൻഫോൾ. ഇത് തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ഡി തെറ്റാണ്. സോ ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, ഇതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സിൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ 4 ഓപ്ഷൻസിലും ഒരെണ്ണം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കും. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കേക്ക് വാക്ക് രീതിയിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. ഓക്കെ, ജോഗ്രഫിയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം എനിക്ക് തോന്നി, കാരണം അത്യാവശ്യം ലോജിക് ഉള്ള ഒരാള് ഇതിന്റെ ആൻസർ ചെയ്തിട്ടേ വരത്തുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മളെ നോട്ട്സിലെല്ലാം കംപ്ലീറ്റ് അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നോട്ട്സും ക്ലാസ്സും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കണ്ടോ, മെഡിറ്ററേനിയൻ സീയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതെല്ലാം പഠിച്ചതായിരുന്നു. ഇനിയും നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. പഴയ രീതിയിൽ ഫാക്ച്വൽ ആയിട്ടുള്ള രീതിയിലല്ല ഇനി പഠിക്കേണ്ടത്. ടോട്ടലി മാറിയിട്ടുണ്ട്, പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. സോ ആ രീതിക്ക് എന്താ പറയാ, നമ്മൾ സ്ട്രാറ്റജി മാറ്റുക, NCERT-യിലേക്ക് മാറുക. SCERT വേണ്ടെന്നല്ല പറയുന്നത്. SCERT വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ്ലി NCERT നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ മിസ്റ്റേക്സും നിങ്ങൾക്കുണ്ടായ എവിടാണ് വീഴ്ച പറ്റിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ താങ്ക് യു.